ഭാഗവതം സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. പ്രത്യക്ഷ കൃഷ്ണയേവഹി. അങ്ങനെയാച്ചാൽ ആ ഭാഗവതം കടഞ്ഞെടുത്ത നാരായണീയമായ നവനീതം പൊന്നു ഗുരുവായൂരപ്പനല്ലാതെ വേറെന്താ? ആ ഭാഗവതത്തിലെ കഥകളാണ് കൃഷ്ണഗീതിയിൽ എങ്കിൽ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് പീലി ചാർത്തിയ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ. പുറത്ത് കൊട്ടിപ്പാടുമ്പോൾ അകത്ത് താളം പിടിച്ചു കൊണ്ട് നിൽക്കുന്ന കണ്ണനെ നടയിൽ നിൽക്കുന്ന ഭക്തന്മാരുടെ അകക്കണ്ണിലിങ്ങനെ കാണാം. ഭക്തനെ ഉപേക്ഷിച്ച് ഭഗവാൻ ഒരിക്കലും സ്വർഗാരോഹണം ചെയ്യാനാവില്ല. ഭഗവാൻ ഇവിടെ തന്നെയുള്ളത്. അല്ലെങ്കിൽ തന്നെ ഭക്തന്മാരാണ് ഭഗവാന്റെ സ്വർഗം. പിന്നെന്ത് സ്വർഗാരോഹണം? കൃഷ്ണ ഗുരുവായൂരപ്പൻ.